പലതരത്തിലുള്ള ഫുഡ് ചലഞ്ചുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഫുഡ് വ്ളോഗേഴ്സ് നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചലഞ്ചിന്റെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിനിടെ ചൈനീസ് വ്ളോഗർ മരിച്ചെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 24-കാരിയായ ചൈനീസ് വ്ളോഗർ പാൻ ഷോട്ടിംഗ് എന്നു പേരുള്ള യുവതിയാണ് ഇപ്പോൾ മരിച്ചത്. ദിവസം 10 മണിക്കൂറിലേറെ നേരമാണ് പാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. അത്താഴം 10 കിലോയിലേറെ വെറൈറ്റിയായി കഴിക്കുകയെന്ന ചലഞ്ചാണ് യുവതി ഏറ്റെടുത്തത്. പാനിന്റെ ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണവും കുടലിന്റെ ആകൃതി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മുക്ബാങ് വ്ളോഗറാണ് പാൻ. ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ലൈവ് ബ്രോഡ്കാസ്റ്റിലൂടെ കാണികളിലേക്ക് എത്തിക്കുന്ന ട്രെൻഡാണ് മുക്ബാങ്. മുക്ബാങ് ഉയർത്തുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി ചൈനയിൽ ഇത് നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടും മുക്ബാങ് ട്രെൻഡിനെ വിമർശിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടന്നിരുന്നു. മാതാപിതാക്കളും സുഹൃത്തുക്കളും അനാരോഗ്യകരമായ ഭക്ഷണരീതി ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും പാൻ അതൊന്നും വകവച്ചിരുന്നില്ല. മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പും എങ്ങനെയാണ് വ്ളോഗുകളിൽ നിന്നും പണം സമ്പാദിക്കുന്നതെന്നാണ് പാൻ സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു മുമ്പും അമിത അളവിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്നതിന് പിന്നാലെയാണ് പുതിയ ചലഞ്ചുമായി വീണ്ടും ലൈവിലെത്തിയത്. ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നേടുന്നതിനായി സ്വന്തം ആരോഗ്യം ബലിയേടാക്കുന്നവർക്കുള്ള ഒരു താക്കീതും കൂടിയാണ് പാനിന്റെ മരണം.